നമസ്കാരം. NainaCreationsൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ്, അതിന് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ കഷ്ണങ്ങളാക്കിയത്, സവാള, കറിവേപ്പില, പച്ചമുളക്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് വേവിക്കാൻ വെക്കുന്ന സമയത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളും ഇട്ട് നന്നായി പുരട്ടി ഒന്ന് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, സവാള കുറച്ച് എല്ലാം കൂടി ഇട്ടിട്ട് അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയൊക്കെ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിട്ടുള്ളത്, വേണമെങ്കിൽ പേസ്റ്റായിട്ടും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാൻ അതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ബേ ലീവ്സ്, പട്ട, കരയാമ്പൂവ്, ഏലക്ക ഇതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് സവാള, ഇപ്പോൾ 2 വലിയ സവാള അരിഞ്ഞതാണ് വഴറ്റാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സവാളയാണ് വേവിക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് നന്നായിട്ട് തക്കാളി വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം തളിച്ചിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർക്കണില്ല. കുറച്ച് സമയം മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയിലത്തെ വെള്ളം ഇറങ്ങിയിട്ട് അത് വെന്ത് കിട്ടും. ഇപ്പോൾ ആ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയതിന് ശേഷം ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും ഇത് മൂടി വെച്ച് ഇപ്പോൾ ഇത് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വീണ്ടും കുറച്ച് സമയം കൂടി അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി. എണ്ണ തെളിയണതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതിലേക്ക് കാന്താരിമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കണ്ടു. ഇപ്പോൾ ഒന്നും കൂടി എണ്ണ തെളിഞ്ഞ് എണ്ണയൊക്കെ വേറെ ആയി തുടങ്ങി. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലെ ബേ ലീവ്സൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതപ്പോൾ അടിപൊളി ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഫ്രൈ ആക്കണമെങ്കിൽ ഒന്നും കൂടി ഫ്രൈ ആക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റൊക്കെ എഴുതി അറിയിക്കുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ മറക്കാണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം.